ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ജാനകി മാഡം സ്ലിപ്പായിട്ട് വീണിട്ടാണല്ലോ ഉള്ളത്. അവിടെ പെട്ടെന്ന് തന്നെ പോയിട്ട് പ്രിയ ചന്ദ്രികയും കൂട്ടി വന്നിട്ട് ചന്ദ്രിക എടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. മാഡം മാഡം എഴുന്നേൽക്ക് മാഡം എന്ന് പറഞ്ഞ് ചന്ദ്രിക എണീപ്പിക്കുകയാണ്. ചന്ദ്രിക പെട്ടെന്ന് തന്നെ ജാനകി മാഡത്തെ എണീപ്പിച്ച് ഇരുത്തിയിട്ട് ചോദിക്കുകയാണ്, മാഡം ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നും പറ്റിയില്ലല്ലോ മാഡം. അപ്പം മാഡം ചന്ദ്രികയെ തന്നെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ്. നോക്കിയതിന് ശേഷം വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ്, മാഡം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് എന്തിനാ മാഡം ഇങ്ങനെ നടക്കുന്നത്? കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ മാഡം? വീണ്ടും ചന്ദ്രിക ഓരോന്നും ചോദിക്കുകയാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താ ചെയ്യാം മാഡം? പെട്ടെന്നായിരുന്നു ജാനകി മാഡത്തിൻ്റെ മറുപടി. എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കുമായിരുന്നല്ലോ. മാഡം എന്താ ഇങ്ങനെ പറയുന്നേ? ഞാനില്ലെങ്കിൽ നിനക്ക് സിദ്ധുവിനെ വേഗം വിവാഹം കഴിക്കാലോ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കൂടി ഇല്ല മാഡം. മാഡത്തിൻ്റെ സമ്മതമില്ലാതെ ഞങ്ങൾ എങ്ങനെ വിവാഹം കഴിക്കാനാ? അത് കേട്ട് മാഡം പിന്നെയും പുച്ഛത്തോടെ ചിരിക്കുകയാണ്. കിഴക്കുദിക്കേണ്ട സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും ശരി, ഞാൻ എൻ്റെ തീരുമാനം മാത്രം മാറ്റാൻ പോകുന്നില്ല. നിന്നെ ഒരിക്കലും എൻ്റെ മകന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കില്ല. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും തുണയായിട്ടുള്ളത് മേഘ മാത്രമാണ്. അവളെ മാത്രമേ എൻ്റെ മകന് ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. നിൻ്റെ അച്ഛനൊരു സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യനാ. അയാളെപ്പോലെ ആയിരിക്കുമല്ലോ നിൻ്റെയും സ്വഭാവം. സാറിൻ്റെ സഹോദരിയായി ഇത്രയും കാലം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിട്ടും സാറിനെ എന്നിട്ടും മാഡം മനസ്സിലാക്കിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഒരാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ അയാളെക്കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല മാഡം. മതി, ഒന്ന് നിർത്തു ചന്ദ്രികേ. നീ അഭിനയം കളിച്ചതൊക്കെ മതി. ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഞാൻ പോയിക്കോളാം. അതിനു മുമ്പേ മാഡത്തെ മുറിവരെ കൊണ്ടുപോയി ആക്കിയിട്ട്. മാഡം പറയാണ്, എൻ്റെ റൂമിൽ പോകാൻ എനിക്കറിയാം. നീ ആദ്യം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. അപ്പോൾ ചന്ദ്രിക പറയാണ്, എന്നെ മഹേന്ദ്രൻ സാറിൻ്റെ മകളായിട്ട് കാണണം എന്നില്ല. എന്നെ ഒരു വേലക്കാരിയായിട്ട് കണ്ടിട്ട് പറയാണ്, ഞാൻ മാഡത്തിൻ്റെ മുറിവരെ ആക്കിയിട്ട് പോകാം. വേണ്ട, നിന്നെപ്പോലെ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാളുടെയും സഹായം എനിക്ക് വേണ്ട. വേഗം ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്? സിദ്ധാർത്ഥ് എൻ്റെ അമ്മായിയുടെ മോനല്ലേ, എളുപ്പത്തിൽ വിവാഹം കഴിക്കാം എന്ന് മാത്രം നീ കരുതണ്ട. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. ചന്ദ്രിക പറഞ്ഞു, പ്രിയ മോള് മേഡത്തെ നോക്കിക്കോ. ചന്ദ്രിക പോയി കഴിഞ്ഞപ്പോൾ ജാനകി മേഡം പറയാണ്, പ്രിയ പോയി ആരതിയെ വിളിച്ചുകൊണ്ട് വാ. ശരി മുത്തശ്ശി. ഇതൊക്കെ കഴിഞ്ഞ് ചന്ദ്രിക വിഷമത്തോടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ വരുന്നത്. ചന്ദ്രികയെ, എന്താ അച്ഛാ? ലക്ഷ്മിയും മകളും ഒക്കെ എവിടെയാ മോളെ? അമ്മ മോളെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക അച്ഛാ. ഓ അതെയോ? കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പെട്ടെന്ന് തന്നെ ചന്ദ്രിക പോയി വെള്ളം എടുത്തു കൊടുക്കുകയാണ്. ഇതാ അച്ഛാ വെള്ളം. കയ്യിലുള്ള ഉണ്ടായിരുന്ന പൊതി കൊടുത്തിട്ട് പറയാണ്, ഇത് മലരിന് കൊടുക്ക്. ചന്ദ്രികയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്താ മോളെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. അല്ല, എന്തോ ഉണ്ട്, നിൻ്റെ മുഖം തന്നെ വല്ലാതെ വാടിയിരിക്കുകയാണ്. മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഹേഷും മേഘയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? രാവിലെ ജാനകി മാഡം താഴെ വീണു. ജാനകി താഴെ വീണെന്നോ? അവൾക്ക് എന്ത് പറ്റി? ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക്? താഴെ വീണപ്പോൾ ചെറുതായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ല. എന്നെ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാനിങ്ങ് വന്നു. അച്ഛനൊന്ന് പോയി നോക്കണം. അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വാ. ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാം. അച്ഛൻ ഓടിപ്പോകുന്നതിനിടെ പറയാണ്, നീയും വാ. മഹേന്ദ്ര സാറ് പിന്നെ ശരണം വിട്ട പോലെ ഓടുകയാണ്. ജാനകി, ഏയ് ജാനകി ജാനകി എന്ന് വിളിച്ചിട്ട്. പക്ഷെങ്കിലോ വീട്ടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ തന്നെ മേഘയും മാലതി മുത്തശ്ശിയും വന്നു. മേഘ പറയാണ്, അവിടെ നിൽക്ക്. മേഘ ധൈര്യത്തോടെ ചോദിക്കുകയാണ്, എന്തിനാ അകത്തേക്ക് വരുന്നത്? പുറത്തേക്ക് പോ. എനിക്ക് ജാനകിയെ കാണണം. അതിന് അമ്മായിക്ക് നിങ്ങളെ കാണണ്ട. ജാനകിയോട് പോയിട്ട് പറയ് ഞാൻ വന്നിരിക്കുന്നുവെന്ന്. നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പാവമാണെന്ന് കരുതുന്നവരോട് ഞാനെന്ത് പോയി പറയാനാ? നിങ്ങൾ അമ്മായിക്ക് ചെയ്ത ദ്രോഹം കുറച്ചൊന്നുമല്ലല്ലോ. നമുക്ക് ദ്രോഹത്തെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത്. നീയാണ് ദ്രോഹി. സ്വത്തുക്കൾ മുഴുവനും ഞങ്ങളെ പറ്റിച്ച് എഴുതി വാങ്ങി. അപ്പം മേഘ പറയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ജാനകി അമ്മായിയെ ഇപ്പോൾ കാണാൻ പറ്റില്ല. ചന്ദ്രിക പറയാണ്, സാറിൻ്റെ അനുജത്തിക്ക് പരിക്ക് പറ്റി. മനസ്സ് സമ്മതിക്കാതെ അദ്ദേഹം കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തെ തടയാൻ നിങ്ങൾക്ക് എന്തധികാരമുള്ളത്? ചന്ദ്രിക പറയുക, ആദ്യം വഴിയിൽ നിന്ന് നീ മാറി നിൽക്കേ. ജാനകി അമ്മായിക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമില്ല. അമ്മായി നിങ്ങളെ കാണാനും ആഗ്രഹിക്കുന്നില്ല.
ആദ്യം നിന്റെ അച്ഛനെയും കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. നോക്ക് മേഘ, മേഘ ഈ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. മഹേന്ദ്രൻ സാറിനെ ഇപ്പോൾ ജാനകി മേഡത്തെ കാണാൻ അനുവദിക്കുക വേണ്ടത്. അച്ഛനിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രിക അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ മേഘ വീണ്ടും പറയാണ്, ഒരു മിനിറ്റ്, ഇനി ഒരടി ഈ വീട്ടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. കോർട്ടിൽ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയല്ലേ, ആ കേസ് ജയിച്ചതിന് ശേഷം ഈ വീട്ടിനകത്തേക്ക് കയറാം. അതുവരെ ഇതിനകത്തേക്ക് കയറിപ്പോകരുത്. ചന്ദ്രിക ചോദിക്കുകയാണ്, ആരോടാ നീ സംസാരിക്കുന്നതെന്ന് അറിയോ? അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം ഇയാളെയും കൊണ്ട് ഇവിടുന്ന് പുറത്ത് പോകാൻ നോക്ക്. മേഘ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഓർത്ത് സംസാരിക്കേ. ചന്ദ്രികയെ, ഇവളൊരു രാക്ഷസിയാ മോളെ. ഇവളോട് നീ എന്തിനാ സംസാരിക്കുന്നത്? മഹേന്ദ്രൻ സാർ ചന്ദ്രികയോട് പറയാണ്. ജാനകിക്ക് ഒന്നും സംഭവിക്കില്ല, നീ വാ മോളെ. ഇല്ല അച്ഛാ, ഇല്ല, നീ വാ മോളെ, നീ വാ. അച്ഛാ, അങ്ങനെ പോവല്ല അച്ഛാ, നീ വാ മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ മകളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് അവളെയും കൂട്ടിയിട്ട് പോവുകയാണ്. പക്ഷേ മാലതി മുത്തശ്ശിക്ക് അത്ര അത് പിടിച്ചിട്ടില്ല. എന്നിട്ട് മാലതി മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മേഘ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? മഹേന്ദ്രൻ ജാനകിയെ കാണുന്നെങ്കിൽ കണ്ടിട്ട് പോട്ടെ, അതിനെന്താ പ്രശ്നം? ഇല്ല മുത്തശ്ശി, മഹേന്ദ്രനും ജാനകിയും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. സിദ്ധുവിനെ എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ മഹേന്ദ്രനും ജാനകിയും ഈ ജന്മം മുഴുവനും ശത്രുക്കളായിരിക്കണം. മേഘ വീണ്ടും പറയാണ്, എന്നാലേ ഞാൻ വിചാരിച്ചത് സാധിക്കൂ. നീ പറഞ്ഞത് ശരിയാ, മഹേന്ദ്രനും ജാനകിയും ഒരുമിക്കാതിരുന്നാലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ കഴിയുള്ളൂ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്. അപ്പോൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ടാണ് കഴുകി വെക്കുന്നത്. അപ്പോൾ അവിടെ സിദ്ധു വന്നു എന്നത് ചന്ദ്രിക കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സിദ്ധുവിനെ കാണുന്നത്. ആ സാർ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. എന്താ സാർ ഈ നേരത്ത് വന്നിരിക്കുന്നേ? ഒന്നുമില്ല ചന്ദ്രികയെ, ഞാനിപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. പ്രിയ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. അമ്മ താഴെ വീണപ്പോൾ നീയാണ് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയത് എന്ന് പറഞ്ഞു. ഒരുപാട് നന്ദി ചന്ദ്രികെ. എന്താ സാർ ഇത്? എന്നോടെന്തിനാ നന്ദിയൊക്കെ പറയുന്നേ? അല്ല, നീ എഴുന്നേൽപ്പിക്കാൻ ചെന്നപ്പോൾ അമ്മ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതായിട്ട് പ്രിയ എന്നോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ചന്ദ്രികെ. സോറി ചന്ദ്രികെ. എന്തിനാ സാർ സോറിയൊക്കെ പറയുന്നേ? ജാനകി മേഡം എനിക്ക് അന്യയാണോ? മേഡം സാറിൻ്റെ അമ്മയാ, എൻ്റെ അമ്മായിയുവാ. എന്നെ ശിക്ഷിക്കാനും ശാസിക്കാനും അവർക്ക് എല്ലാ അവകാശവും ഉണ്ട്. പിന്നെ ഇപ്പം എന്നോട് ഒരല്പം ദേഷ്യത്തിലാണ്. ഉറപ്പായും ആ ദേഷ്യമെല്ലാം മാറിക്കോളും. ഇന്ന് മേഡം എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. എൻ്റെ അമ്മയെ നീ നിറഞ്ഞ മനസ്സോടെ അമ്മായിയായിട്ട് കാണുന്നു, പക്ഷേ എൻ്റെ അമ്മ നിന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. നിന്നെ മാത്രമാണെങ്കിൽ അത് സാരില്ലായിരുന്നു, പക്ഷേ മഹേന്ദ്രൻ അങ്കിളിനെയും അമ്മ അങ്ങനെ തന്നെയാണ് കാണുന്നത്. മഹേന്ദ്രൻ അങ്കിളിനെയും എൻ്റെ അമ്മയെയും തമ്മിൽ അകറ്റിയത് അമ്മേക്കയാണ്. അമ്മയും അങ്കിളും ഒന്നിച്ചു ചേരുമെങ്കിൽ നമ്മളും ഒന്നിച്ചു ചേരുമല്ലോ എന്നുള്ളൊരു പേടിയാണ് അവൾക്ക്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എത്ര നാളെന്ന് വെച്ചാൽ ആ മേഘയ്ക്ക് മഹേന്ദ്ര സാറിനെയും സാറിൻ്റെ അമ്മയെയും അകറ്റി നിർത്താൻ കഴിയുക? പ്രിയ ചന്ദ്രികയെ, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അമ്മ മേഘയെ ഉപേക്ഷിച്ച് മഹേന്ദ്രൻ അങ്കിളിൻ്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അന്ന് നമ്മൾ എല്ലാവരും ഒന്നു ചേർന്നിരിക്കും. ഉറപ്പായും അത് നടക്കുക തന്നെ ചെയ്യും. അന്ന് എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ നമ്മുടെ വിവാഹം നടക്കും. എവിടെ നിന്നോ ഗൗളി ചിലക്കുന്നത് കേട്ടില്ലേ സാർ? സാറ് പറഞ്ഞത് ഉറപ്പായിട്ട് നടക്കും. ശരി ചന്ദ്രികയെ, നീ പാത്രം കഴിക്കോ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് വല്ലാതെ നാണം തോന്നുന്നു, സാറ് പോയിക്കോളൂന്നേ. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതെന്തിനാ ചന്ദ്രികയെ പാത്രം കഴുകുന്നതിനൊക്കെ നാണിക്കുന്നത്? ഞാൻ പാത്രം കഴുകാനൊന്നുമല്ല നാണിക്കുന്നത്, സാറിവിടെ നിൽക്കുന്നത് കൊണ്ട് നാണം തോന്നുക. സാറ് പോയിക്കോന്നേ. ഓ അല്ല, കുറച്ചു നേരം നീ പാത്രം കഴുകുന്നത് കണ്ട് കൊതിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ടും ഇവിടെ തന്നെ നിന്നിട്ട് നോക്കി രസിക്കുകയാണെങ്കിൽ. കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, ഞാൻ അകത്തേക്ക് പോയിട്ട് മഹേന്ദ്രൻ സാറിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ? അയ്യയ്യോ, വേണ്ടേ വേണ്ട, ഞാൻ പോയേക്കാം. നീ പാത്രം കഴുകിക്കോ, ഞാൻ ഇതാ പോകുന്നു. സിദ്ധു പിന്നെ ചന്ദ്രികയെ നോക്കി 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 പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മേഘ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധു ദേഷ്യത്തോടെ കയറി വരികയാണ്. സിദ്ധു പറയാണ് മേഘയോട് ദേഷ്യത്തോടെ, ഏയ് എന്താടി, കസേരയൊക്കെ തട്ടി താഴെയിട്ടിട്ടാണ് പറയുന്നത്. ഏയ് എന്താടി നീ അമ്മയെ കാണാൻ വന്ന മഹേന്ദ്രൻ അങ്കിളിനെ നീ അകത്തേക്ക് കയറ്റി വിടാതിരുന്നത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്തത് നിൻ്റെ അച്ഛനാണോ?
വല്ലാതായി. അപ്പോൾ സിദ്ധു പറയാണ്, ഞാൻ പറഞ്ഞത് നിന്നെ ജനിപ്പിച്ച അച്ഛനെയാ. ആയാലും അയാൾ നിന്നെപ്പോലെ കുറുക്കു വഴിയിൽ കൂടെ കുതന്ത്രം ചിന്തിക്കുന്ന ആളായിരിക്കുമല്ലോ. നീ ഇത്ര വലിയ ക്രിമിനൽ ആകുമ്പോൾ നിന്റെ അച്ഛനും ഇതുപോലെ ഒരു ക്രിമിനൽ ആയിരിക്കുമല്ലോ. മനസ്സിലായില്ലേ? അയാളുടെ രക്തമല്ലേ നിന്റെ ശരീരത്തിലോടുന്നത്. മേഘ എണീറ്റു. എന്നിട്ട് പറയാണ്, ദേ നോക്ക്, എന്നെയോ എൻ്റെ കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. ആ എന്ന് പറഞ്ഞ് സിദ്ധു ആഞ്ഞൊരടി കൊടുക്കാണ് മേഘയുടെ മുഖത്തേക്ക്. എന്നിട്ട് സിദ്ധു പറയാണ് വിരൽ ചൂണ്ടിയിട്ട്, ദേ നോക്ക്, ഈ ഭീഷണിയൊക്കെ വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി കാണിക്ക്. നീ ഒരിക്കൽ കൂടി നീ ഇങ്ങനെ എങ്ങാനും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ വെറുതെ വിടില്ല, ഞാൻ ഒലച്ചു കളയും. ദേ കേട്ടോ, എൻ്റെ അച്ഛനെയും അമ്മയെയുംക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയുമാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. ഞാൻ ദേഷ്യത്തോടെ വാതിലും തുറന്ന് സിദ്ധു പുറത്തേക്ക് പോവാണ്. ഇവിടത്ത് അടിച്ചതിൻ്റെ ആഘാതത്തിൽ നല്ല വേദനയുണ്ട്. കവിൾ പിടിച്ചുകൊണ്ട് മേഘ കരയാണ് അവിടെ ഇരുന്നിട്ട്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറ് വീട്ടിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് മലരാണെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ, മലർക്കുട്ടി മോൾ എന്താ ചെയ്യുന്നേ? മുത്തശ്ശൻ ചോദിക്കുക. മോള് പടം വരക്കാണോ? അതേ മുത്തശ്ശ. ഇവിടെ മുത്തശ്ശൻ നോക്കട്ടെ, മോള് കാണിക്കാം മുത്തശ്ശ, വരച്ച് തീർന്നിട്ട് കാണിക്കാം. ഓ ശരി ശരി ശരി, എങ്കിൽ മോള് വരച്ച് തീർക്ക്. അത് മുത്തശ്ശൻ്റെയും മോളുടെയും കളിയും ചിരിയും കണ്ട് ലക്ഷ്മി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. പിന്നെ മലർ ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് പറയാണ്, മുത്തശ്ശ ദേ നോക്ക്, വരച്ചു കഴിഞ്ഞു, നോക്ക്, നന്നായിട്ടുണ്ടോ നോക്ക്. ആ നന്നായി വരച്ചിട്ടുണ്ടല്ലോ മോളെ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, അങ്ങനെ എന്താ ഏട്ടാ വരച്ചിരിക്കുന്നത്? ഇങ്ങ് വന്നേ ലക്ഷ്മി, നീ തന്നെ വന്ന് നോക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ് ലക്ഷ്മി വാങ്ങിച്ച് നോക്കുകയാണ്. ലക്ഷ്മി തന്നെ അത്ഭുതപ്പെട്ടു പോയി. 3 പേരുടെ പടമായിരുന്നു മലർ വരച്ചത്. അപ്പോൾ ലക്ഷ്മി കുറച്ച് സമയം നോക്കി എന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും മലറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മലർ ഇത് ആരൊക്കെയാ മോളെ? ഇത് അമ്മ, ഇത് സിദ്ധു, ഇത് ഞാനാണേ. അപ്പോൾ നിൻ്റെ ചിത്രത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ല അല്ലേ? ഇപ്പോൾ വരക്കാം മുത്തശ്ശ. ആ ഗുഡ്. പിന്നെ മഹേന്ദ്ര സാറ് ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി, സിദ്ധു ആണ് അവളുടെ അച്ഛനെന്ന് മലർ തീരുമാനിച്ചു കഴിഞ്ഞു. ചന്ദ്രികയുടെ തീരുമാനത്തെക്കാളുപരി മലറിൻ്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. മലർ സിദ്ധുവിനെ അവളുടെ അച്ഛനായി മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നീ ആദ്യം കലണ്ടർ എടുക്ക്. ശരി ഏട്ടാ. ഏട്ടാ കലണ്ടർ. ലക്ഷ്മി ദേ നോക്ക്, നാളെ നല്ല ദിവസമാണ്. നാളെ തന്നെ നമുക്ക് ജാനകിയുടെ അടുത്ത് പോയി സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കാര്യം സംസാരിക്കാം. അത് കേട്ട് മലർ ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാം ഏട്ടാ, നല്ല കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത് എന്ന് പറയുമല്ലോ. നാളെ തന്നെ നമുക്ക് ജാനകിയോട് സംസാരിക്കാം. പക്ഷേ എന്താ പക്ഷേ ലക്ഷ്മി? അത് പിന്നെ ഏട്ടൻ്റെ സഹോദരി ഏട്ടനോട് ദേഷ്യത്തിലല്ലേ? ഈ സമയത്ത് നമ്മൾ വിവാഹകാര്യം പറയാനായിട്ട് പോയാൽ അവൾ എന്ത് പറയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, നിൻ്റെ ഒരു കാര്യം, നിനക്ക് ജാനകിയെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൾ ചെറിയ കുട്ടിയെ പോലെയാ. അവളുടെ ദേഷ്യം കുറച്ച് നേരത്തേക്കേ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ എന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ അവൾക്ക്? അതുകൊണ്ടല്ല ഏട്ടൻ ജാനകിയുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ കുറച്ചു കടുത്ത തീരുമാനം എടുത്തു. അതാ ഞാനങ്ങനെ പറഞ്ഞേ. എന്താ ലക്ഷ്മി, ചെറിയ കുട്ടികൾ കുരുത്തക്കേട് കാണിച്ചാൽ നമ്മൾ വഴക്ക് പറയാറില്ലേ? അതുകൊണ്ട് അതൊക്കെ ജാനകിക്ക് മനസ്സിലാവും. ഞങ്ങൾക്കിടയിൽ 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും ജാനകിയെ ഞാൻ വേണ്ടെന്ന് വെക്കുമോ? നാളെ നമ്മൾ ജാനകിയെ കാണാൻ പോകുന്നു. ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹക്കാര്യം അവിടെ നിന്ന് സംസാരിക്കുന്നു. മനസ്സിലായോ? ശരി ഏട്ടാ. അപ്പോഴേക്കും മലർ ചിത്രം വരച്ചു കൊണ്ടുവരികയാണ്. മുത്തശ്ശ ദേ ഇപ്പം നോക്കിക്കേ. ഹായ്. ഫോട്ടോ നോക്കിയിട്ട് മലറിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയാണ്, ഇതെന്താടാ മുത്തശ്ശൻ ഇത്ര തടിയനായിരിക്കുന്നേ? നോക്ക് എത്ര ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നതെന്ന്. നമുക്ക് 5 പേർക്കും ഇതുപോലെ എപ്പോഴും ഒന്നായിരിക്കണം മുത്തശ്ശ. എൻ്റെ ചക്കര എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് ലക്ഷ്മി. എന്നിട്ട് പറയാണ്, മലർ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും. മുത്തശ്ശ ഞാൻ വരച്ച ഡ്രോയിങ് ചുമരിൽ ഒട്ടിച്ചാലോ? ചുവരിലോ ഒട്ടിക്കാലോ? ഇത് അവിടെ ഒട്ടിക്കാം. ഓക്കേ. മുത്തശ്ശൻ ആ ചിത്രം കൊണ്ടുപോയി TV-യുടെ അടുത്ത സൈഡിൽ ഒട്ടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മലർ നോക്ക് മോളെ, എങ്ങനെയുണ്ടിത്? ദേ നോക്ക് മലർ, നല്ല ഭംഗിയായിട്ടില്ലേ? സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശ. മുത്തശ്ശി സന്തോഷത്തോടെ എൻ്റെ പൊന്ന് എന്ന് പറഞ്ഞ് ചക്കര മുത്തം കൊടുക്കുകയാണ്. പിന്നെ ലക്ഷ്മിയും മഹേന്ദ്ര സാറും മലരും ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുകയാണ് സന്തോഷത്തോടെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് മേഘയോട് മാലതി മുത്തശ്ശി പറയാണ്, മഹേന്ദ്രനും ലക്ഷ്മിയും
ജാനകിയെ കാണാൻ വരുന്നുണ്ട്. മേഘ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മഹേന്ദ്രന് മുമ്പേ നമ്മൾ തീരുമാനിക്കണം. ആരതിയുടെ വിവാഹം മേഘയല്ലേ നടത്താൻ പോകുന്നത്? ഇതേ മുഹൂർത്തത്തിൽ മേഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹം നടത്താമെന്ന് ഇനി അവൾക്കൊരു വാക്ക് കൊടുത്താൽ അവൾക്കത് വിശ്വാസമാവുമല്ലോ. മേഘ എന്നിട്ട് ആ കാര്യം പറയാനായിട്ട് വാസുവിൻ്റെയും ജാനകിയുടെയും അടുത്ത് വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് തന്നെ കാണുക. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.